ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി കേരള സമാജം സെക്രട്ടറി ശ്രീ ബെന്നി വർഗീസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബെന്നി വർഗീസ്, അങ്ങേയറ്റം ദാരുണമായ ദുഃഖകരമായ ഒരു സംഭവമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. ആകാശ ദുരന്തത്തിൽ 242 യാത്രക്കാരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഓരോ നിമിഷവും ഉണ്ടായിരുന്നു രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ വിമാനയാത്രക്കാർ മുഴുവനും മരിച്ചു എന്ന് മാത്രമല്ല, ഇത് പതിച്ച സ്ഥലത്തും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. താങ്കൾക്ക് അവിടെ നിന്നും അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങളോടുകൂടി പങ്കുവയ്ക്കാമോ? സംഭവ സ്ഥലത്ത് തന്നെയാണ് 2:30 തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു. രക്ഷാപ്രവർത്തനത്തിലാണെങ്കിൽ അഹമ്മദാബാദ് കേരള സമാജത്തിന്റെ എന്നോടൊപ്പം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ലോക്കൽ ആൾക്കാരോടൊപ്പം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞു. വളരെ ദുഃഖകരമായ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ആരെയും ജീവനോടെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ഇത് ടേക്ക് ഓഫിന് ശേഷം 1 മിനിറ്റിനകം തന്നെ ക്രാഷ് ചെയ്തു. പക്ഷേ ഈശ്വരന്റെ കൃപ എന്ന് പറയാം. ഇത് കോമ്പൗണ്ടിലാണ് ചെന്ന് പതിച്ചത്. ഡോക്ടേഴ്സിന്റെ ഹോസ്റ്റൽ ഉള്ള ഒരു സ്ഥലത്തിന്റെ കോമ്പൗണ്ടിലാണ് പോയി വീണത്. അതിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിലും അതിന്റെ പുറവശത്താണെങ്കിൽ അതിന്റെ ഹോസ്റ്റലിന്റെ മേളിലുമായിട്ടാണ് അത് വന്ന് പതിച്ചത്. ആകാശത്ത് വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ക്രാഷ് ആയതിന്റെ വെളിച്ചത്തില് പല ഭാഗങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നിക്കെതറി പോയി. എന്നാൽ ആ ബിൽഡിങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ തീ പിടിച്ചു. ആ സമയത്ത് ഹോസ്റ്റലിലുണ്ടായവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആയിരുന്നു. അതുകൊണ്ട് വളരെ വളരെ ആഘാതം ഉണ്ടായില്ല ജനജീവിതങ്ങളിലേക്ക് എന്ന് ഉള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ശ്രീ ബെന്നി വർഗീസ്, താങ്കൾ ഈ രക്ഷാദൗത്യമൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. താങ്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ അപ്പോൾ കഴിഞ്ഞിരുന്നു? അവിടെയെല്ലാം പോലീസിന്റെ ഒരു സംരക്ഷണ കവചം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? ഈ ജനവാസ കേന്ദ്രമായതിനാൽ ലോക്കൽസിന്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സപ്പോർട്ടാണെങ്കിൽ ആ സമയത്ത് ലഭിച്ചു. അതുപോലെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഈ സിവിൽ ഹോസ്പിറ്റലാണ്. ഒരു 500 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ സിവിൽ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടുന്നാണെങ്കിൽ ആംബുലൻസും തൊട്ടടുത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനും കമ്മീഷണറുടെ ഓഫീസ്, പോലീസ് കമ്മീഷണറുടെ വീട് വരെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ തന്നെയാണ്. അപ്പൊ തൊട്ട് ഒരു ഗേറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവിടെ തന്നെയാണ്. അപ്പോ പോലീസുകാരുടെ സപ്പോർട്ടും ലോക്കൽസിന്റെ സപ്പോർട്ടും എല്ലാം ദൗത്യത്തിലേക്കാണെങ്കിൽ അന്ന് ചെന്നു. എന്നാൽ മാക്സിമം ശ്രമിച്ചു. എന്നാൽ അതിന്റെ ക്രാഷ് ഉണ്ടായത് ആകാശത്ത് വെച്ചായതിന്റെ പേരിൽ ഒരു വ്യക്തി പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രക്ഷപ്പെടുവാനുള്ള സാധ്യത ഉള്ളതായിട്ട് അറിയില്ല. കാരണം അതിന്റെ നിലംപതിച്ചതായിട്ടുള്ള അവശിഷ്ടങ്ങൾ കാണുമ്പോൾ ഒരു ജീവൻ പോലും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാക്കി ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ. അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളാണെങ്കിൽ ചെയ്യുവാനായിട്ട് അന്ന് ഇഷ്ടം പോലെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ആൾക്കാരെല്ലാം അതേ സമയത്താണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ താങ്കൾക്ക് ആ സാഹചര്യം കണ്ടപ്പോൾ തന്നെ അതിന്റെ ഒരു തീവ്രതയും വ്യാപ്തിയും ഒക്കെ ഊഹിക്കാവുന്നത് തന്നെയായിരുന്നു അല്ലേ ശ്രീ ബെന്നി വർഗീസ്? ഇനി ബാക്കിയുള്ള ഈ ആകാശത്ത് വെച്ച് സ്പ്രെഡായതിന്റെ വെളിച്ചത്തിൽ തൊട്ടുള്ള അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ റോഡിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്ക് ചെറിയ നേരിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അവരെല്ലാം ഹോസ്പിറ്റലാണ്. എന്നാൽ അത് തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അത്രയും വലിയൊരു പരിക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് അതിൽ കൂടെ മറ്റു ആളുകൾ മരിച്ചതായിട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.